പറയുന്നതല്ലാത്തതൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഘോരം മാധ്യമങ്ങളോട് ഇന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. മാധ്യമങ്ങളെ അനുസരണ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ആവർത്തിച്ച് ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ ആരോപണത്തെ നേരിട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തവണ പരാതി എവിടെ, മുഖമില്ലാത്ത പരാതികൾ എന്നത് ആവർത്തിക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ധാർമ്മികതയ്ക്ക് വേണ്ടിയാണ് തന്റെ രാജി എന്നതാണ് പറഞ്ഞത്. ഇപ്പോൾ നമുക്കൊപ്പം ട്രാൻസ് യുവതി അവന്തിക ചേരുകയാണ്. അവന്തിക പറഞ്ഞ തുറന്നു പറച്ചിലിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അവന്തികയോട് ചോദിക്കാം. അവന്തികയുടെ ആ ഫോൺ സംഭാഷണം ഞങ്ങൾ കേട്ടതാണ്, ഡാൻ കുര്യനുമായി സംസാരിച്ചത് ഞങ്ങൾ കേട്ടതാണ്. എങ്കിലും വ്യക്തതയ്ക്കായി രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണ് ഈ ഇത്രയും മോശമായ രീതിയിൽ റേപ്പ് ചെയ്യണം തന്നെ എന്നൊരാവശ്യം താങ്കളോട് വെച്ചത്? എന്തായിരുന്നു അതിനുള്ള സാഹചര്യം? എന്തായിരുന്നു താങ്കളുടെ പ്രതികരണം? അതിൽ കുറച്ച് നാളുകൾക്ക് മുന്നെയാണ് രാഹുലിനെ ഞാൻ തമ്മിൽ പരിചയത്തിലാണ്. അതിനുശേഷം ഒരു ചെറിയൊരു ഗ്യാപ്പിന് ശേഷം ഹലോ കേൾക്കാം പറഞ്ഞോളൂ. ചെറിയൊരു ഗ്യാപ്പിന് ശേഷമാണ് രാഹുല് എനിക്ക് മെസ്സേജ് അയക്കുന്നത്. മെസ്സേജ് അയച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ആൾക്ക് താല്പര്യമുണ്ട്, അത് ഇവിടെ വെച്ച് സാധിക്കില്ല, നമുക്ക് ഇവിടെ ബാംഗ്ലൂർ അല്ലെങ്കിൽ ഹൈദരാബാദിൽ പോയി റേപ്പ് ചെയ്യണമെന്നാണ്, നിന്നെ എനിക്ക് റേപ്പ് ചെയ്യണമെന്നാണ് രാഹുൽ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത്. കാരണം ഒരിക്കലും ഒരു സമൂഹത്തിന്റെ മുഖ്യധാരയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാൾ ഇങ്ങനെ പറയാൻ പാടില്ല. അയാളുടെ ഒരു ലൈംഗിക വൈകൃതം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ ഒരു ജനപ്രതിനിധിയാണ് അയാൾ, നമ്മളാ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അയാൾ നിയമസഭയിൽ നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് അയാളാണ് എന്നെ പോലുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് റേപ്പ് ചെയ്യണമെന്ന്. എത്ര തരം താന്ന രീതിയിലാണ് അത്, എത്ര ധൈര്യത്തോടെയാണ് ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഇത്തരത്തിൽ സംസാരിക്കണമെന്ന് എനിക്കറിയത്തില്ല. അതിനുള്ള ധൈര്യം രാഹുലിന്, ആ ഗട്ട്സ് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. ഇന്നലെ തന്നെ ആ യുവനടി വെളിപ്പെടുത്തിയതുപോലെ തന്നെ ഇയാൾ അയക്കുന്ന മെസ്സേജുകളെല്ലാം തന്നെ ഡിസപ്പയറിംഗ് ആയിട്ടുള്ള മെസ്സേജുകൾ. നമ്മൾ ആ മെസ്സേജ് ഒന്ന് കണ്ടാൽ അത് ഡിലീറ്റ് ആയി പോകും. അത്തരത്തിലുള്ള മെസ്സേജുകളാണ് അയാൾ അയക്കുന്നത്. അയാൾ ഇന്ന് രാവിലെ അയാൾ പത്രസമ്മേളനം നടത്തുന്ന കുറച്ച് തൊട്ട് മുന്നേ വരെ എന്നെ വിളിച്ച വ്യക്തിയാണ്. എനിക്ക് നല്ല കോളുകൾ, 3-4 കോളുകൾ വന്നിട്ടുണ്ട്. ഞാൻ തിരിച്ച് വിളിക്കാനായിട്ട് കുറച്ച് ലേറ്റായി. ഞാൻ തിരിച്ചു വിളിച്ച കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ഒരു പത്രസമ്മേളനം അത് കഴിഞ്ഞിട്ട് വിളിക്കാൻ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നീടാണ് ഞാൻ ന്യൂസ് ഒക്കെ നോക്കുമ്പോൾ ഇയാൾക്കെതിരെ നടക്കുന്ന ഇത്തരം ആരോപണങ്ങളൊക്കെ കാണുന്നത്. അപ്പൊ ഇയാൾ ചോദിക്കുന്നത് പരാതി എവിടെ, പരാതിക്കാരെയും ഇരകളാകപ്പെട്ട വ്യക്തികളെ ഇയാൾ അധിക്ഷേപിക്കുകയാണ് സമൂഹത്തിന്റെ മുന്നിൽ. ഒരു പരാതി പറഞ്ഞാൽ എന്റെ പേര് പറഞ്ഞില്ലോ, അയാളുടെ പേര് പറഞ്ഞില്ലല്ലോ എന്നുള്ള ആർഗ്യുമെന്റ്സ് ആണ് ഇയാൾ നടത്തുന്നത്. അങ്ങനെയല്ല, നമ്മൾ ഒരു പ്രശ്നമുണ്ട്, പരാതി നമുക്ക് പ്രശ്നമുണ്ട്, അത് സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന് ഇയാൾ ചെയ്ത് തെറ്റികളെ ന്യായീകരിക്കാനായിട്ട് പല വിധത്തിലുള്ള വഴികൾ ഇയാൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ആ രീതിയിൽ ന്യായീകരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് മാത്രമാണ് രാജി എന്നതാണ് പറഞ്ഞത്. അവന്തിക, നിങ്ങൾ തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ സംസാരിക്കേണ്ട എന്തെങ്കിലും സാധ്യതയോ ഉണ്ടായിരുന്നോ? പരിചയപ്പെട്ട എല്ലാവരും പറഞ്ഞത്, പരിചയപ്പെട്ട് ഒന്ന് അടുക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരം ആവശ്യങ്ങൾ, ലൈംഗിക ചേതനയുള്ള വർത്തമാനങ്ങൾ, ഇത്തരം സെക്ഷലി ആവശ്യമുണ്ട് എന്ന തരത്തിലുള്ള തുറന്നു പറച്ചിലുകളൊക്കെ ഉണ്ടെന്നാണ്. സമാനമായിരുന്നോ അവന്തികയോടുമുള്ള പെരുമാറ്റം? അതെ, ഞാൻ ഏകദേശം പരിചയപ്പെടുന്ന തൃക്കാക്കര ബൈ ഇലക്ഷൻ കഴിഞ്ഞ ശേഷമാണ് എന്റെ അടുത്ത് സംസാരിക്കാനൊക്കെ തുടങ്ങിയത്. അതിനുശേഷം ഉടനെ തന്നെ എവിടുന്നാണ് ഇങ്ങനെ ഒരു സാധാരണ വേറൊരാൾക്കും കിട്ടാത്ത ഒരു ഗഡ്സ് ആണ് രാഹുലിന് കിട്ടിയിരിക്കുന്നത്. എവിടുന്ന് കിട്ടി ഇത്തരത്തിൽ സംസാരിക്കാനുള്ള ഗഡ്സ് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരാളെ റേപ്പ് ചെയ്യണമെന്ന് ഒരു വ്യക്തിയുടെ അടുത്ത് ഇങ്ങനെ മെസ്സേജ് അയക്കുന്ന അയാൾക്കുള്ള ആ ഗഡ്സ്, അതും ഈ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയും ഇത്ര നിയമ സംവിധാനങ്ങളുമുള്ള നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരാൾക്ക് അയക്കുന്ന മെസ്സേജാണ് നിന്നെ എനിക്ക് റേപ്പ് ചെയ്യണം പോലെ ചെയ്യണമെന്ന്. അത് ശരിക്കും അയാൾ എന്തായിരുന്നു അവന്തികയുടെ പ്രതികരണം? എന്തായിരുന്നു അവന്തിക അതിനോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത്? ഞാൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ മെസ്സേജ് തിരിച്ചൊന്നും അയച്ചിട്ടില്ല. കാരണം ഓക്കെ എന്ന് മാത്രമല്ലാതെ വേറെ ഒന്നും ഇയാളുടെ മെസ്സേജുകൾക്ക് ഓക്കെ ഇങ്ങനെ തമ്പ് മാത്രമേ ഞാൻ അയക്കാറുള്ളൂ. അല്ല വേറെ ഒന്നും തന്നെ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇയാൾ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, MLA ആണ്. എനിക്ക് സത്യം പറഞ്ഞാൽ അയാൾക്കെതിരെ പ്രതികരിക്കുമ്പോൾ നമ്മളെ മോശമായി ചിത്രീകരിക്കപ്പെട്ട് നമുക്ക് സൈബർ ആക്രമണങ്ങൾ ഉണ്ടാവും, നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, പലതരം അനുഭവങ്ങളും നേരിടേണ്ടി വരും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും നാളും പ്രതികരിക്കാതിരുന്നത്. എത്ര തവണ ഈ ആവശ്യം അവന്തികയോട് ഉന്നയിച്ചിട്ടുണ്ട്? എത്ര തവണ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇക്കാര്യം?
പല തവണയായിട്ട് എന്റെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പല തവണ എന്റെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരിൽ കാണാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒഴിഞ്ഞു മാറുകയായിരുന്നു അവന്തിക. പല വിധേനയും ഞാൻ പല കാരണങ്ങളും ഒഴിഞ്ഞു മാറുകയായിരുന്നു. കാരണം എനിക്ക് ഭയമായിരുന്നു നാളെ എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് എന്നോർത്ത് നല്ല രീതിക്കുള്ള ഭയമുണ്ട്. ഇപ്പോഴും എനിക്ക് പ്രശ്നങ്ങളുണ്ട്. കാരണം മാനസികമായിട്ട് പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല ഇത് തുറന്നു പറഞ്ഞു കഴിയുമ്പോൾ എത്തരത്തിലാണ് എന്നെ ഇത് അഫക്ട് ചെയ്യാനുള്ള എനിക്കൊരു പ്രശ്നമുണ്ട്. എനിക്ക് നിയമപരമായ സംരക്ഷണം കിട്ടുമോ? മാത്രമല്ല എന്റെ ഈ ഇടങ്ങളിൽ, എന്റെ സൈബർ ഇടങ്ങളിൽ എന്നെ ആക്രമിക്കാനായിട്ട് നിൽക്കുന്ന ഒത്തിരി സൈബർ പോരാളികൾ ഇയാൾക്ക് തന്നെയുണ്ട്. തീർച്ചയായും ഇന്നലെ ഒരു തുറന്നു പറച്ചിൽ നടത്തിയ യുവതിയെ സമൂഹ മാധ്യമങ്ങളിൽ എങ്ങനെയാണ് ചിത്രീകരിക്കുന്നത് എന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ യുവതിയുടെ ധൈര്യമാണ് കൂടുതൽ തുറന്നു പറച്ചിലുകൾക്ക് വഴിവെച്ചത്. ഒരു പക്ഷേ അവന്തികയ്ക്കും ധൈര്യം പകർന്നത് ആ യുവതി തന്നെ ആയിരിക്കും. പക്ഷേ ആ യുവതിക്ക് സൈബർ ഇടങ്ങളിൽ എന്തൊക്കെ നേരിടേണ്ടി വരുന്നു എന്നത് ആ യുവതി തന്നെ, ആ നടി തന്നെ, റിനി തന്നെ ഇന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അവന്തിക അതിനോട് സഹകരിക്കാതിരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഭീഷണികൾ ഉണ്ടായിരുന്നോ, സമ്മർദ്ദം ഉണ്ടായിരുന്നോ, ഇതിന് വഴങ്ങിക്കൊടുക്കണമെന്ന സമ്മർദ്ദം ചെലുത്തിയിരുന്നോ? അങ്ങനത്തെ സമ്മർദ്ദമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കണ്ടിന്യൂസ്ലി നമുക്ക് മെസ്സേജ് അയച്ച് ഈ സെയിം കാര്യം തന്നെ റിപ്പീറ്റ്ലി മെസ്സേജ് അയച്ച് ഇറിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത്. പക്ഷെ അങ്ങനെ സമ്മർദ്ദമൊന്നും വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല. പക്ഷെ അതിന് തയ്യാറല്ലാത്തപ്പോ വീണ്ടും വീണ്ടും നമ്മൾ അതിലേക്ക് വലിച്ചെടുക്കാനുള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ട്. അതും കേരളത്തിന് വെളിയിലാണ് ഇയാൾ ആവശ്യപ്പെടുന്ന, പല രീതിക്കും വരാൻ ആവശ്യപ്പെടുന്നത് കേരളത്തിലെ വെളിയിലേക്കാണ്. മറ്റാരെങ്കിലും ഇപ്പോൾ ഈ തുറന്നു പറച്ചിൽ നടത്തുന്നവർ തന്നെ മറ്റു പലരുടെയും സമാന രീതിയിലുള്ള അനുഭവങ്ങൾ അറിയാമെന്ന് പറയുന്നുണ്ട്. അവന്തിക ഇത് ആരോടെങ്കിലും ഒക്കെ ഷെയർ ചെയ്തിരുന്നോ? മറ്റാരുടെയെങ്കിലും അനുഭവങ്ങൾ അവന്തികയ്ക്ക് അറിയാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? കോൺഗ്രസിൽ തന്നെ ഇവരുടെ തന്നെ പോഷക സംഘടനയായിട്ടുള്ള ചില സംഘടനകളിലെ നേതാക്കന്മാരെടുത്ത് ഞാൻ ഇത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇന്ന് രാവിലെയാണ് ഞാൻ പാലക്കാട് BJPയുടെ ജില്ലാ അധ്യക്ഷനുമായിട്ട് ബന്ധപ്പെടുന്നതും ഞാൻ ഇന്ന് സംസാരിക്കുന്നതും. ഞാൻ ഈ പ്രശ്നം സംസാരിച്ചു. അപ്പൊ ചേട്ടൻ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങളെല്ലാം കൂടിയുണ്ട്, ധൈര്യമായിട്ടിരിക്കൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോ ഈ തുറന്നു പറച്ചിൽ നടത്തിയത്. അവന്തിക ഏതൊക്കെ കോൺഗ്രസ് നേതാക്കളോട് ഈ കാര്യം ചൂണ്ടിക്കാട്ടി? അവരുടെ റെസ്പോൺസ് എന്തായിരുന്നു ഇതിൽ? എനിക്ക് സപ്പോർട്ട് തന്നത് ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് എന്ന് പറഞ്ഞ സംഘടനയുടെ, അതായത് കോൺഗ്രസ് സംഘടന തന്നെ പോഷക സംഘടനയായിട്ട് ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് എന്ന് പറഞ്ഞ സംഘടന, അതിലെ ചില നേതാക്കന്മാരാണ്. അവര് നല്ല രീതിക്ക് തന്നെ സപ്പോർട്ട് ചെയ്ത് എന്ത് വന്നാലും കൂടെയുണ്ട്. കാരണം തെറ്റ് ചെയ്തത് ആരാലും ശിക്ഷിക്കപ്പെടുന്നത് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഒരിക്കലും ഒരു സ്ത്രീ എടുത്തോ ഒരു ട്രാൻസ് വ്യക്തിയുടെ അടുത്തോ ആരെടുത്തും ഇത്രയും ലൈംഗിക വൈകൃതമായി സംസാരിക്കാൻ പാടില്ലാത്തതാണ്. അതൊരു